ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, നമുക്കിന്ന് ഉമാസഹായ പാതാരവിന്ദാഭ്യാം നമ. അഹിംസ പരമോധർമ്മ. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാത്ത അഹിംസ, ഹിംസിക്കാതിരിക്കുക. അതാണ് നമുക്ക് ഈ ജ്ഞാനം പരമാത്മാവിൽ ചേരാനുള്ള, അത് ഐക്യം പ്രാപിപ്പാൻ, യോഗിയായി തീരാനുള്ള ഒരു എന്താ പറയുക, അതായത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗ മഹാത്മ്യം എന്നുള്ള ജ്ഞാനഭൂമിയെ പറ്റിയാണ്. അത് ഇതിൻ്റെ അർത്ഥമൊന്നും എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരാതെ പോയി. അത് നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാം. അത് ഒക്കുന്നത് പോലെ നമുക്ക് ആദ്യമേ ഗുരുവിനെ വന്ദിക്കാം. വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണേ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതിൻ്റെ കാരണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മം നമ്മൾ ചിന്തിച്ച് നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോൾ ആ പരമാത്മാവ് ആനന്ദമായിരിക്കുന്ന ഈശ്വരൻ്റെ എന്താ പറയുക, ചൈതന്യമൂർത്തിയായ പരമ്പൊരുളിൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ ആനന്ദത്തിൻ്റെ മക്കൾ ആനന്ദ കുട്ടികളാണ്. അവർക്ക് ഞാനെന്ന് നീ എന്നുള്ള ഭേദം ഉണ്ടാകത്തില്ല. കാരണം എന്താ? ഭഗവാൻ അതില്ലാത്തത് കൊണ്ട്. ഭഗവാന് എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ തന്നെയാണ്, എല്ലാം സ്വന്തം മക്കൾ തന്നെയാണ്. അപ്പം നമ്മളും അതുപോലെ സർവ്വതും നാം തന്നെയാണെന്ന് പഠിക്കുകയാണ് ഇത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? അടുത്ത ശ്ലോകത്തിലോട്ട് കടക്കാം. അതിൻ്റെ അർത്ഥം, അതായത് സിദ്ധ അനുഭൂതി, സിദ്ധന്മാരാകുന്ന, അപ്പോൾ ഇത് യോഗിയായി തീരുമ്പോൾ സിദ്ധന്മാരാകും, അവർക്ക് അനുഭൂതി. ഇതാണ് ഈശ്വരൻ എന്നുള്ളതൊരു അനുഭൂതിയാണ്, ഒരു എന്താ പറയുന്ന ഒരു നിർവൃതിയാണ്. അത് സിദ്ധാനുഭൂതി ചൊന്നേൻ ഞാൻ സിദ്ധ മതത്തിൻ്റെ സിദ്ധാന്തം ശ്രദ്ധയോടായത് പാർത്തുകൊണ്ടിടുകിൽ സിദ്ധിക്കും. എന്താണ് സിദ്ധിക്കുന്നത്? ആനന്ദം. അപ്പോൾ പരമാത്മാവ് ആനന്ദമാണെങ്കിൽ നമുക്കും ആനന്ദ കുട്ടികളായ, ആനന്ദം വന്നെങ്കിലല്ലേ നമ്മൾ ആ കുട്ടികളാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ പിതാവിൻ്റെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിൻ്റെ മക്കളാകണമെങ്കിൽ നമുക്കും ആനന്ദം, ആ നിർവൃതി അനുഭവിച്ച് അറിയണം, രുചി ഉണ്ടാകണം. അതാണ് സിദ്ധാനുഭൂതിയിൽ ചൊന്നേൻ ഞാൻ സിദ്ധമതത്തിൻ്റെ സിദ്ധാന്തം ശ്രദ്ധയോടായതു പാർത്തുകൊണ്ടിടുകിൽ സിദ്ധിക്കും ആനന്ദം ജ്ഞാനപ്പെണ്ണേ. അപ്പോൾ സിദ്ധ അനുഭൂതിയിൽ പറയുന്നത് എന്താണ്? ഇദ്ദേഹം സിദ്ധമതത്തിൻ്റെ സിദ്ധാന്തമാണ്. സിദ്ധമാകുന്ന മതം, അത് അനുഭൂതി എന്നുള്ള ആ സിദ്ധി, അതൊരു അനുഭൂതി, ഒരു സിദ്ധിയാണ്. അത് ശ്രദ്ധയോട് പാർത്തു കൊള്ളണം. നമ്മൾ ശ്രദ്ധാപൂർവം ഉള്ളിലേക്ക് ഉറ്റു നോക്കി പാർത്തിരിക്കുമ്പോഴാണ് അത് സിദ്ധിക്കുന്നത്. എന്താണ്? ആനന്ദം. ആനന്ദം നമുക്ക് സിദ്ധിക്കണമെങ്കിൽ അതാണ് സിദ്ധി. അതൊരു സിദ്ധി തന്നെയാണ്. അത് നമുക്ക് പാർത്തിരിക്കണം. ആ ഏകാന്തമായിരിക്കുന്ന ആ പരമാത്മ വസ്തുവിൽ തന്നെ ശ്രദ്ധയോടുകൂടി ധ്യാനിച്ച് ഇരിക്കുമ്പോഴാണ് നമുക്കത് അനുഭൂതി ഉണ്ടാകുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. സിദ്ധാനുഭൂതിയിൽ ചൊന്നേൻ ഞാൻ സിദ്ധമതത്തിൻ്റെ സിദ്ധാന്തം ശ്രദ്ധയോടായതോ പാർത്തുകൊണ്ടിടുകിൽ സിദ്ധിക്കും ആനന്ദം ജ്ഞാനപ്പെണ്ണേ. അപ്പം നമുക്ക് സിദ്ധിക്കണം, ആനന്ദം അറിയണം. അത് അറിയാനുള്ളതാണ്, അത് കാണാനുള്ളതല്ല. കാണാൻ പറ്റുകയില്ല, പരമാത്മാവിനെ കാണാൻ പറ്റുകയില്ല. അതിനെ നമ്മൾ രുചിച്ചറിയുകയാണ് ചെയ്യുക. അനുഭൂതി അത് നമ്മൾ മനസ്സിലാക്കി അത് അറിയുമ്പോഴാണ് അതിൻ്റെ അനുഭവം, അതിൻ്റെ രുചി, അമൃത് എന്താ നമ്മൾ അറിയുന്നത്. ചൊന്നേൻ ശിവയോഗം തന്നിലും ഞാൻ എന്നുടെ മോക്ഷപ്രദീപത്തിലും എന്നാലിവ മൂന്നിലേതുമിതും മതി തന്നിടാൻ ആനന്ദം ജ്ഞാനപ്പെണ്ണേ. ചൊന്നേൻ ശിവയോഗം തന്നിലും ഞാൻ എന്നുടെ മോക്ഷപ്രദീപത്തിലും എന്നാലിവ മൂന്നിലേതുമിതും മതി തന്നിടാൻ ആനന്ദം ജ്ഞാനപ്പെണ്ണേ. അപ്പം ശിവയോഗ മഹാത്മ്യം, ഒരു യോഗി നമുക്ക് പറയത്തില്ലേ, ശിവയോഗം എന്ന് പറയുന്നത് ഈശ്വരൻ ശിവ ആണ്, ആദി യോഗിയാണ് ശിവരൂപം. അപ്പോൾ അങ്ങനെ ആ ശിവയോഗം തന്നുള്ളൊരു മാഹാത്മ്യമുണ്ട്. അതായാലും മതി, എന്നുടെ മോക്ഷപ്രദീപത്തിലും എന്നിവ മൂന്നിലേതായാലും മതി തന്നിടാൻ. എന്താ തരുന്നത്? ആനന്ദം. ഈ ആനന്ദം അറിയണമെങ്കിൽ ശിവയോഗ മഹാത്മ്യമോ അതല്ലെങ്കിൽ
ഈ ജ്ഞാനക്കും ബ്രഹ്മാനന്ദ സ്വാമി ശിവയുടെ ഈ പറയുന്ന ജ്ഞാനയോഗമോ എന്തായാലും മതി, എന്ത് കിട്ടും? ആനന്ദം അനുഭവിക്കാം. അപ്പം നമ്മൾ ഒരു ആനന്ദക്കുട്ടി വെറുതെ ആവുകയില്ല. ആനന്ദം അനുഭവിക്കുമ്പോഴാണ് നമ്മളും പരമാത്മാവ് ആനന്ദ സ്വരൂപനാണെങ്കിൽ, അതായത് രൂപമില്ലാത്ത ഈശ്വരൻ, അരൂപിയായിരിക്കുന്ന ഈശ്വരൻ ആനന്ദമാണ്. അതിനെ നമുക്ക് ആനന്ദം എന്നാണ് വിളിക്കുന്നത് പരമാത്മാവിനെ. അപ്പോൾ എന്താ ആ ആനന്ദത്തിൻ്റെ മക്കൾ നമുക്കും ആനന്ദം അനുഭവിച്ചെങ്കിൽ നമ്മൾ ആ കുട്ടികളാവോ, ഒരു ദൈവപുത്രിയാവോ അല്ലെങ്കിൽ ദൈവപുത്രനാവോ, ആനന്ദം അനുഭവിക്കണം. അത് ഏതായാലും നമുക്ക് ആനന്ദം ഉണ്ടാകണം. അത് ശിവയോഗമായാലും ശിവയോഗ മാഹാത്മ്യമായാലും ഈ ആനന്ദം എന്തായാലും അനുഭവിക്കുന്നതിന് ഏത് യോഗമായാലും മതി. ജ്ഞാനമാകുന്ന യോഗം, ഭക്തി യോഗം, ഇങ്ങനെയൊക്കെയുള്ള ഏതായാലും നമുക്ക് ആനന്ദം അനുഭവിക്കണം. അത് ഏതായാലും മതി എന്നാണ് എൻ്റെ മനസ്സിൽ കണ്ടത്. ഇത്രയും അതെനിക്ക് ഇത് പറഞ്ഞു തരാനൊരു ഗുരു ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥം ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ആയത്. ഇത്രയൊക്കെ വെച്ചാൽ എനിക്ക് ഒരു ഹരി ശ്രീ ഗണപതയെ നമ എന്നുള്ളതിൽ ഹാ രീ എന്നെങ്കിലും അറിയാം. ഒരു മഹാവിഷ്ണുവാണ് ഹരി. നമുക്കൊന്നും അറിയില്ലെങ്കിലും ഒരു വാക്ക്, ഒരു അക്ഷരത്തിൻ്റെയെങ്കിലും അറിവുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ഉള്ളിൽ ആ യോഗീശ്വരനായ എൻ്റെ അച്ഛനോ പരമാത്മാവായ എല്ലാം ഏകമാണല്ലോ. ഈശ്വരൻ ഏകമാണ്. ഇതെല്ലാം തന്നെയാണ് പരമാത്മാവ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇന്നലെ നമ്മൾ വായിച്ചില്ലയോ രാമായണത്തിൽ, ജ്ഞാനം നമ്മുടെ ഉള്ളിൽ സ്വന്തമായി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ചില കാര്യങ്ങൾ. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് വേണം എന്നുള്ളതേ ഉള്ളൂ. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ, നാരായണ, കൃഷ്ണ, എൻ്റെ ഉള്ളിലും ഇതിൻ്റെ അർത്ഥങ്ങളും അത് അങ്ങനെ ആവി തീരാനുള്ളൊരു കൃപയും തരണമെന്ന് നമുക്ക് ഓരോ ഭക്തന്മാർക്കും പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും ഉള്ളതല്ല ഇത്. അങ്ങനെ ആകേണ്ടതൊക്കെ മാത്രം ആർത്തി ഉള്ളവരെ മാത്രമേ തൃപ്തിപ്പെടുത്തൂ. അല്ലാത്തത് എന്തെന്ന് പോലും അറിയത്തില്ല. എൻ്റെ മക്കളിൽ ചില മക്കൾക്ക് ചിലപ്പോൾ ഇതൊക്കെ വേണ്ടി വരും എന്നോർത്തും എൻ്റെ ജീവിതം മാറിപ്പോകുമ്പോൾ ഇത് അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വെപ്രാളമുള്ളവർക്ക് അങ്ങനെ കിട്ടുമോ കരുതിയിട്ട് ഞാനിത് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇതൊന്നും വെളിയിൽ ആരും, ഒരു ഗുരുക്കന്മാരും ആവശ്യക്കാരന് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ എന്നുണ്ട്. ഇത് എന്താ പറയുന്നത്, ബൈബിളിലും ഉണ്ട്, നല്ലത് നായ്ക്ക് കൊടുക്കരുത്, ചവിട്ടി തേക്കും. അതുകൊണ്ട് ഇതൊക്കെ അത്രയുള്ള ഭക്തന്മാർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാവൂ എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഭക്തിപൂർവ്വം അല്ലാത്തവർക്ക് ഇത് എടുത്ത് നോക്കേണ്ട കാര്യവുമില്ല. ഇത് ഈ പിന്നെ ഉമാസഹായ പാതാര വിന്ദാഭ്യാം നാമ അഹിംസ പരമോ ധർമ്മ എന്ന് ആ ഹെഡിക്ക് കാണുമ്പോൾ ആവശ്യക്കാരൻ മാത്രം നോക്കിയാൽ മതി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. അല്ലാത്തവർ ഇത് നോക്കി വെറുതെ പഠിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ആത്മീയമായ നിർവൃതി അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളവർക്ക് മതി. എല്ലാവർക്കും നമസ്കാരം. അതുകൊണ്ട് ജ്ഞാനമാകുന്ന ഈ അറിവ് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇതെടുക്കുക. അല്ലാത്തവർക്ക് ഭാഗവതമൊക്കെ ഞാൻ ഇടുന്നുണ്ട്, അല്ലാതൊക്കെ വായിച്ച് പഠിക്കാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.